ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പറാണ്. എൻ്റെ പേരെന്താണ്? സ്ഥലം എവിടെയാണ്? മാവേലിക്കരക്കാരനാണ്. എത്ര നാളാണ് ഇവിടെ വന്നിട്ട്? 30 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ആയിരുന്നു കൂടുതൽ നാൾ, ഇവിടെ ആയിരുന്നു കൂടുതൽ നാൾ? ഇവിടെ ആയിരുന്നു. അപ്പോൾ ഒരു 50-55 വയസ്സ് ആയുള്ളൂ. അത് 57 വയസ്സായി? ശരി ശരി ശരി. അപ്പോൾ നല്ല ജോലിയൊക്കെയാണ്. അത്യാവശ്യം വീട്ടിലേക്ക് കാശൊക്കെ കൊടുക്കുന്നുണ്ട്? വീടൊക്കെ വെച്ചോ? 30 വർഷമായിട്ട് ഇപ്പോഴാണ് വീട് വെച്ചത്. ഇവിടെ ഒന്ന് കള്ളു പിടിച്ചു നടന്നു. ഇവിടെ കള്ളല്ലോ. പിന്നെ അവിടെ എടാ കള്ള കിട്ടാത്ത സാധനത്തെ കുറിച്ച് ചോദിച്ചാൽ ഇവിടെ ആവശ്യം പോലെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഒരു സദ്യ കഴിക്കാൻ പാടില്ല. ഇത് വെറും സദ്യയല്ല, ഇത് ഓണ സദ്യ. അത് നാട്ടിലല്ല, സൗദി അറേബ്യയിൽ ഓണ സദ്യ കഴിക്കാനുള്ള ശ്രമമാണ്. ആലപ്പുഴയിലെ OICC ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഓണാഘോഷം സൗദി അറേബ്യയിൽ നടക്കുന്നു. അതിൽ പങ്കെടുക്കാൻ ഞാൻ രാജാ സാഹിബ് ഞങ്ങൾ വേറെ 2 സുഹൃത്തുക്കൾ എല്ലാവരും ഒത്തുണ്ട്. അപ്പോൾ ഇത് സൗദി അറേബ്യയിലെ ഒരു ഓണ സദ്യ ആഘോഷിക്കാമെന്ന് വെച്ച് കുറേ പേര് എത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ പുറകെ തരാം. സദ്യ ഗംഭീരമാക്കാന്ന് വെച്ചു. കഴിച്ചോ? സദ്യ കഴിച്ചോ? ഞാൻ കഴിച്ചു. എന്താണ് പായസം നേരത്തെ തരുമോ? പായസം നേരത്തെ തരും അല്ലേ? പിന്നെ നിങ്ങൾ വരണ്ട. വിശദമായ സദ്യ കഴിച്ചു. OICCയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സൗദി അറേബ്യ ദമാമിലാണ് യൂണിറ്റിൻ്റെ വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചു. ഇനി അതിൻ്റെ വിശദ വിവരങ്ങൾ, ഈ ഓണാഘോഷം എങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയാനായിട്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജോണി പുതിയാറായ, കൺവീനർ രാജീവ് ആലപ്പി, 2 പേരുമാണുള്ളത്. എല്ലാ വർഷവും ഓണാഘോഷം സംഘടിപ്പിക്കാറുണ്ട്? എല്ലാ വർഷവും സംഘടിപ്പിക്കാം. ഓണത്തിന് ശേഷമാണ് പലപ്പോഴും സംഘടിപ്പിക്കാറ്. ഇവിടെ ഓണം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഡിസംബർ വരെയുള്ള വരുന്ന ഫ്രൈഡേകൾ, വരുന്ന ക്രിസ്മസ് വരെയുള്ള കാലയളവിൽ ഓരോരുത്തർ വീതിച്ചെടുക്കും. അല്ല, പല ആഴ്ചകളിലായിട്ട് സെപ്റ്റംബർ അവസാനം വരെ നമുക്ക് പ്രോഗ്രാം ഉണ്ട്. സംഘടനയുടെ പല ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള സകല 14 ജില്ലാ കമ്മിറ്റിയുടെ പരിപാടികളുണ്ട്. അതാണ് പറഞ്ഞത്. അത് ഓരോ കമ്മിറ്റികളും അല്ലെങ്കിൽ ഓരോ സംഘടനകൾ ആഴ്ചയിലാഴ്ച എല്ലാ വെള്ളിയാഴ്ചകളും വീതിച്ചെടുത്ത് ഏകദേശം ഡിസംബർ വരെ തള്ളിക്കൊണ്ട് അത് കഴിഞ്ഞ പിന്നെ ക്രിസ്മസ് ഇവിടെ എങ്ങനെയാണ് സംഘടന? നമ്മുടെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൂടുതൽ അഴിഞ്ഞാടാൻ പറ്റുന്ന ഒരു നാടല്ല. പക്ഷേ എങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പഴയതിൽ നിന്നും സൗദി അറേബ്യ ഒരുപാട് മാറിയിട്ടുണ്ട്. വേഷവിധാനങ്ങളിൽ ആണ്. ഇവിടെ ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടി പുതിയ രാജാവ് വളരെ നല്ല രീതിയിലുള്ള സഹകരണം മിഷൻ 2030 ആണ്. മിഷൻ 2030 ഇവിടെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കും. ലോകത്തെ ഏറ്റവും മുന്തിയത് പലതും ഇവിടെ ഉണ്ടാവും. അതാണല്ലേ എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത്തരത്തിലാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ആണോ? സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്പേസ് ഉണ്ട്, ഒരുപാട് സ്ഥലമുണ്ട്. ഇന്ത്യ പോലെ വലിയ രാജ്യമാണ്. ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. എന്നാൽ ജനസംഖ്യയുടെ അധികമില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാനായിട്ട് ഇപ്പം ഫ്രീ ആയിട്ട്, മീൻസ് നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരാളുടെ സപ്പോർട്ടോടുകൂടി ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പൂർണ്ണമായിട്ടും 100% ഓൺ ബിസിനസ് ചെയ്യാനുള്ള സാധ്യത തെളിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിലൂടെയാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ്. പിന്നെ കരുനാഗപ്പള്ളി ഭാഗത്തുനിന്നൊക്കെ, ഞാൻ കരുനാഗപ്പള്ളിയാണ്, കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരുപാട് പേര് സൗദി അറേബ്യയിലുണ്ട്. ഇവിടെയും ഇക്കൂട്ടത്തിലും ആരൊക്കെ ഉണ്ട്. കരുനാഗപ്പള്ളി തഴവയാണ് എൻ്റെ നാട്. അപ്പോൾ അവിടെ തഴവക്കാരന്മാരെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റില്ല, അതിന് നമുക്ക് കാണാം.
ഇത് ഇപ്പം നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? ഇത് 91 എന്ന് പറയാം, ഫൈസലിയ. ഫൈസലിയ ദമാമിന്റെ തന്നെ ഒരു പാർട്ടാണ്. ഇൻഡസ്ട്രിയൽ ഏരിയ തുടങ്ങുന്ന ഇവിടുന്ന് അങ്ങോട്ടാണ്, സെക്കൻഡ് ഇൻഡസ്ട്രിയൽ ഏരിയ ഓൾമോസ്റ്റ്. പക്ഷേ സിറ്റിയുടെ പാർട്ടാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഓടിയാൽ എയർപോർട്ടിൽ 10 മിനിറ്റ് അങ്ങോട്ട് ഓടിയാൽ നമ്മൾ ദമാം സെന്ററിൽ പോകും. നിങ്ങൾ വന്നപ്പോൾ ഒരു 15 മിനിറ്റ് ഓടിയിട്ടായിരിക്കും. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇതാണ് ഇൻഡസ്ട്രിയൽ ഏരിയ. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ തന്നെ കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ ഗുണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇനി മലയാളികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഫ്യൂച്ചർ സൗദി അറേബ്യയിലുണ്ടെന്നുള്ളതാണ്. ദുബായ് പോലെ ദുബൈനെ കവച്ചു വെക്കുന്ന കണക്കിന് കാര്യങ്ങൾ വരും. മറ്റ് ഹോട്ടൽ ശൃംഖലകൾ ഒക്കെ ഒരുപാട്. ഇന്നലെ ഞാൻ പിന്നെ ഇവിടെ നമ്മുടെ ലുലുവിൽ ഒരാളെ കാണാറുണ്ട്. ലുലുവിൻ്റെ മാനേജറിലൂടെ അങ്ങനെ ഞാൻ പോയപ്പോഴത്തേക്ക് ആ വഴിക്ക് മുഴുവൻ ബഹ്റിനിലേക്ക് പോകുന്ന വഴിക്ക് മുഴുവൻ പുതിയ പുതിയ ഹോട്ടലുകളാണ്. ദുബൈയിൽ നമ്മളുണ്ടായിരുന്നപ്പോൾ ദുബൈയിൽ അത് പല ടീമിന് 2-3 ടീമിനെ അവിടെ വെച്ച് കാണാനും സാധിക്കും. പുതിയ ഹോട്ടലുകൾ അതായത് വളരെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. OICC നിങ്ങളിവിടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച് എത്ര വർഷമായി? OICC രൂപീകരിച്ചിട്ട് നമ്മുടെയൊക്കെ മുതിർന്ന നേതാവ് നമ്മുടെ രമേശ് ചെന്നിത്തലയാണ് OICC എന്ന കൺസെപ്റ്റോടുകൂടി. ഇതിനു മുന്നേ ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ ചിഹ്നച്ചിതറി കിടക്കുമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് മുഴുവൻ ഒറ്റ കുടക്കീഴിലാക്കി ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കുടക്കീഴിലാക്കിയത് പിന്നെ രമേശ് ജിയാണ്. അത് ശരി ശരി. ഇവിടെ ജില്ലാ കമ്മിറ്റി നിങ്ങളുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചിട്ട് കുറച്ച് നാളായി? ഒത്തിരി നാളെ, 10-15 കൊല്ലത്തോളം. അതുപോലെ പ്രവർത്തനം. നമ്മളിപ്പോൾ എത്ര കുടുംബങ്ങളുണ്ടാവും ഇവിടെ? ഞങ്ങളിപ്പം ആക്റ്റീവായിട്ട് 300ഓളം മെമ്പർമാരുണ്ട്. അങ്ങനെ ആലപ്പുഴയെ സംബന്ധിച്ചത് കുറവാണ്. മലപ്പുറമൊക്കെ നല്ല രീതിയിലുള്ള കൂടുതൽ ആളുണ്ട്. 500-600 ഒക്കെ ഉള്ളതാണ്. ഓണാഘോഷം നടത്തി. ഇനി എന്തൊക്കെ പരിപാടികൾ നടത്തും നമ്മൾ OICC സാറിന്? OICC ഈ ഓണാഘോഷം മാത്രമല്ല, ജീവകാരുണ്യ മേഖലയിൽ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഒരു പ്രവാസിക്ക് ഇവിടെ വേണ്ടുന്ന എന്തൊക്കെ സപ്പോർട്ടുകൾ വരുമല്ലോ. ജോലിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ഇല്ലാത്തതും ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അഡീഷണൽ സപ്പോർട്ടും, പിന്നെ നാട്ടിൽ ഇപ്പോൾ എസ്പെഷ്യലി ഇന്നിപ്പോൾ നമ്മൾ മീറ്റിങ്ങിൽ ഇത് പറയും, നിസാം എന്ന് പറയുന്ന നമ്മുടെ ഒരു നിർധന കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കും. ഒരുപാട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആലപ്പുഴ പിന്നെ അമ്പലപ്പുഴയിൽ ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സമാഹരണത്തിൻ്റെ ഭാഗം കൂടാണ് പരിപാടി. അപ്പോൾ നിങ്ങളുടെ വൈകിയാണെങ്കിലും എല്ലാവർക്കും ഓണാശംസകൾ. നിങ്ങളുടെ പരിപാടിക്ക് എല്ലാ ആശംസകളും. താങ്ക് യു. ഇടയ്ക്ക് ഇവിടെ വരാനും നിങ്ങളോടൊപ്പം ചെലവഴിക്കാനും ഭാഗ്യം കിട്ടിയത് നമ്മളുടെ ഒരു നല്ല ഒരു അവസരമായിട്ട് കാണുവാണേ. ഞങ്ങളും അങ്ങനെ തന്നെ കരുതുന്നുണ്ട്. ശരി. അപ്പോൾ എല്ലാം ഫാമിലി എല്ലാം നന്നായിരിക്കുന്നു? ശരി ശരി. കുടുംബം ഈ പറഞ്ഞ പോലെ എല്ലാവരും നന്നായിരിക്കുന്നു? എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാം അവിടെ സെറ്റിൽഡാണല്ലോ? എല്ലാവരും ഹാപ്പിയാണല്ലോ? എല്ലാവരും ഹാപ്പി ആയിരിക്കും. അല്ല, ഞാൻ പറയുന്നത് നമ്മളിവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ നമസ്കാരം, നിങ്ങളുടെ എല്ലാവരും നിങ്ങളെ സേഫും സന്തോഷവും ഹാപ്പി ആണെന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മൾ എത്തി. നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി സന്തോഷമാണ്. ഇതൊക്കെയാണ് ഞങ്ങൾക്കുള്ള സന്തോഷം എന്ന് പറയുന്നത്. കാണുമ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടാത്ത കാര്യങ്ങളല്ലേ, വരുമ്പോൾ ആ സമയം കണ്ടെത്തി ഞങ്ങൾ അതിൽ വരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. സൗദി അറേബ്യ ഞങ്ങൾ വന്നിട്ട് 3-4 ദിവസമായി. ഇനിയും കുറച്ച് ദിവസം കൂടെ ഉണ്ടാകും. അപ്പോൾ ഇത് കൊച്ചു കാഴ്ചകൾ ആളുകളായിട്ട് പങ്കുവയ്ക്കാനുണ്ട് എനിക്ക്. കൂട്ടത്തിലാണെങ്കിലും ഒന്ന് പറയുകയാണ്, ടി വിയിൽ ഞങ്ങൾ കാണുന്ന ഷോ ഒക്കെ സൂപ്പറാണ്. ഇവിടെ മുഷിയൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ശരിക്കും ആസ്വദിച്ച പ്രോഗ്രാംസാണ്. ശരിയാണ്, ഒത്തിരി ആസ്വദിച്ചതാണ്. വളരെ വലിയൊരു കലാകാരനാണ്. ഇനിയും നമുക്കിവിടെ കാണാനുണ്ട്. നമുക്ക് നാളെ